എഡ്യൂട്ടിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ലോകത്തിലെ ആദ്യത്തെ സംസ്കാരങ്ങളിൽ ഒന്നായിട്ടുള്ള ഈജിപ്ഷ്യൻ സിവിലൈസേഷനാണ്. അപ്പോൾ നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്ക് കടക്കാം. What were the features of the Egyptian civilization that existed in the Bronze Age? ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്നതാണ് ചോദ്യം. നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ നോക്കാം. ദിസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ നൈൽ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഒരു റിവർ വാലി സിവിലൈസേഷൻ ആണ്. ചിത്രത്തിൽ കാണുന്നത് നൈൽ റിവർ ആണ്. നൈലിൻ്റെ വരദാനം, ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന പേരിലാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അറിയപ്പെടുന്നത്. കാരണം നൈൽ റിവറിൽ നിന്നുള്ള എക്കൽമണ്ണടിഞ്ഞ് വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള പ്രദേശമായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റേത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കൃഷിക്ക് ഇത് വളരെയധികം അനുയോജ്യമായിരുന്നു. അതിനാലാണ് ഗിഫ്റ്റ് ഓഫ് നൈൽ എന്ന പേരിൽ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അറിയപ്പെടുന്നത്. വേൾഡിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റിവർ കൂടിയാണ് നൈൽ. The kings of Egypt were known as Pharaoh. ഈജിപ്തിലെ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരാണ് ഫറവോ എന്നത്. ചിത്രത്തിൽ കാണുന്നത് ഫേമസ് ആയിട്ടുള്ള ഈജിപ്ഷ്യൻ ഫറവോ തുട്ടൻഖാമനെയാണ്. The practice of preserving the body of the dead prevailed in Egypt. മൃതശരീരം സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു രീതി അവർക്കിടയിൽ നിലവിലുണ്ടായിരുന്നു. A corpse preserved thus is called a mummy. ഇത്തരത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ മൃതശരീരത്തെ മമ്മി എന്നാണ് വിളിക്കുന്നത്. മമ്മികൾ സൂക്ഷിച്ചു വെച്ചിരുന്ന കുടീരങ്ങളെയാണ് പിരമിഡ് എന്ന് വിളിക്കുന്നത്. പിരമിഡുകൾ നിർമ്മിക്കാനായി ഒട്ടനവധി തൊഴിലാളികളുടെ അധ്വാനവും ധനവും ആവശ്യമായിരുന്നു. ഇനി നമുക്ക് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണെന്ന് നോക്കാം. അഗ്രികൾച്ചർ വാസ് എ ബാക്ക് ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ. ദ ഈജിപ്ഷ്യൻസ് ഓൾസോ എൻഗേജ്ഡ് ഇൻ വീവിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. അപ്പോൾ കൃഷിയായിരുന്നു ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടിട്ടുള്ള തൊഴിൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. കൂടാതെ അവർ വസ്ത്രനിർമ്മാണം, ഗ്ലാസ് വെയർ നിർമ്മാണം എന്നിവയിലും ഏർപ്പെട്ടിരുന്നു. They formed an art of writing called hieroglyphics. ഈജിപ്തുകാർ ഒരു എഴുത്ത് വിദ്യ കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെ പേരാണ് ഹൈറോഗ്ലിഫിക്സ്. ചിത്രത്തിൽ കാണുന്നതാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം സേക്രഡ് റൈറ്റിംഗ്, അതായത് പവിത്രമായ എഴുത്ത് അല്ലെങ്കിൽ ശുദ്ധമായ എഴുത്ത് എന്നൊക്കെ പറയാവുന്നതാണ്. അവർ പാപ്പിറസ് ചെടികളുടെ ലീഫിലായിരുന്നു എഴുതിയിരുന്നത്. കൂടാതെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? നമ്മൾ എഴുതുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്. അതിന് വിപരീതമായി റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് ഹൈറോഗ്ലിഫിക്സ് എഴുതിയിരുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അനലൈസ് ദ പ്രോഗ്രസ് അച്ചീവ്ഡ് ബൈ ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. സയൻസ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ ഈജിപ്തുകാർ നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തെല്ലാമാണെന്നതാണ് ചോദ്യം. അവരുടെ സംഭാവനകൾ നമുക്ക് നോക്കാം. They formulated a solar calendar. അവരൊരു സോളാർ കലണ്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. As per this calendar, a year had 365 days. A year was divided into 12 months of 30 days each. The remaining 5 days were set aside for celebrations. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പോലെ തന്നെ ഒരു വർഷത്തിൽ 365 ദിവസമാണ് അവർ കണക്കാക്കിയിരുന്നത്. കൂടാതെ ഒരു വർഷത്തെ 12 മാസങ്ങളായും അവർ തരംതിരിച്ചിരുന്നു. ഓരോ മാസത്തിലും 30 ഡേയ്സ് ആയിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. അപ്പോൾ 12 മാസത്തിൽ 30 ദിവസം വെച്ച് നോക്കുമ്പോൾ 360 ദിവസമേ ആകുന്നുള്ളൂ. ബാക്കിയുള്ള 5 ദിവസങ്ങൾ അവർ സെലിബ്രേഷൻസിനായാണ് ചെലവഴിച്ചിരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, their advancement in the field of mathematics is also significant. They could calculate the area of triangles and rectangles. അവർ ആ കാലഘട്ടത്തിൽ തന്നെ ട്രയാങ്കിൾസിൻ്റെയും റെക്റ്റാങ്കിൾസിൻ്റെയുമെല്ലാം അളവ് കണ്ടെത്താനുള്ള മാർഗങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിരുന്നു. To determine time, they made sundial, a clock that tells time by the shadow cast by the sun, and water clock that works on water current. അവർ സമയം നോക്കുന്നതിനായി സൺഡിയാൽ കൂടാതെ വാട്ടർ ക്ലോക്ക് മുതലായിട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു. അടുത്ത ചോദ്യം നോക്കാം.
ഫൈൻഡ് ആൻ എക്സാമ്പിൾ ഫോർ ദ സ്കിൽഫുൾ ഓഫ് ഈജിപ്ഷ്യൻ ഇൻ സ്കൾപ്ചർ. ശില്പനിർമ്മാണ രംഗത്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന വൈദഗ്ധ്യത്തിന് ഒരു ഉദാഹരണം എഴുതാനാണ് ചോദ്യം. ചിത്രത്തിൽ കാണുന്നത് സ്ഫിങ്സ് ആണ്. ഈ ശില്പത്തിന് മനുഷ്യൻ്റെ തലയും ലയണിൻ്റെ ബോഡിയുമാണ് ഉള്ളത്. ഏൻഷ്യൻ്റ് ഈജിപ്തുകാരുടെ ശില്പനിർമ്മാണ രംഗത്തുള്ള വൈദഗ്ധ്യത്തിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം തന്നെയാണ് ഈ സ്ഫിങ്സുകൾ. ഈജിപ്ഷ്യൻ സിവിലൈസേഷനെക്കുറിച്ചുള്ള ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.